ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു പിക്ക് ആൻഡ് ഈറ്റ്. ಇಂದು ನಾನು ನಿങ്ങളೊಟ್ಟಿಗೂ ರೆಸ್ಟೋರೆಂಟ್ ಸ್ಟೈಲ್ ಫ್ರೈಡ್ ರೈಸ್ ಈಸಿ ಆಯಿತು ಅವತ್ತಲ್ಲಿ അങ്ങനെ ആക്കിയെടുക്കാണ്ട് ഷെയർ ആക്കറേ. ഞാൻ ഇവിടെ 2 കപ്പ് അത്ര ജീരക മസാല റൈസ് എടുത്തോണ്ടേ അതിൽ നല്ല വാഷ് ആക്കിയിട്ട് തണ്ണിയെല്ലാം എടുത്തത് സൈഡിൽ വെച്ച് വിട്ടേ. അതിൽ പിന്നെ സെയിം കപ്പിൽ 4 കപ്പ് അത്ര തണ്ണി ഞാൻ റൈസ് കുക്കർക്ക് ആഡ് ആക്കിയിട്ടുള്ളേ. ഞാൻ ഇവിടെ റൈസ് കുക്കറിലാക്കി എടുക്കറേ. ചെന്നൈക്ക് സ്കൂൾക്കും ಹೋಗಿಂತು ಕಿಡಾವ್ಡೆ ಅದಕ್ಕಾಯ್ತು ಅವ್ನು ಪಿಕ್ನಿಕ್ರೆ ಪೆರವು ಬಂಡೆ ಟೈಮ್ ಆಯ್ತಿಂತು. ಸೊ ನಂಗೆ ಪಿಕ್ ಹಾಕೋಗಿಂತು ಅದಕ್ಕಾಯ್ತು ನಾನು ರೈಸ್ ಕುಕ್ಕರ್ಲು ಇಟ್ಟುಬಿಟ್ಟೆ. അപ്പോൾ സൊറെല്ലാം ಬೇಗ ಬೇಗ അവരുണ്ട്. സോൾട്ട് ഞങ്ങൾ റൈസ്ಗೆ എത്ര വേണം അത്ര ഇട്ടിട്ട് മുച്ചി വെച്ചിട്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവിടത്തോളം ಬೇಬಾಟಿ എടുക്കറേ. റൈസ് പെർഫെക്റ്റ്ലി ആയിട്ട് അപ്പോൾ കുക്കായിത്തിക്കറ്. സെയിം ഇറച്ചിരെ ഞാൻ ഉപ്പും വിനിഗർ ഇട്ടിട്ട് നല്ല ആക്കി കലകിയിട്ട് ಬೆಚ್ಚದನ್ನೇ ಇಟ್ಟಿತ್ತು ಜಸ್ಟ್ ಸಾಲ್ಟ್ ಇಟ್ಟಿತ್ತು ಆದರೆ നല്ല വിസിലാക്കിയിട്ട് ಬೇಬಾಟಿ എടുത്ത് ಬಿಡೋನು. ನಂಗೆ എത്ര ഇറച്ചി വേണു അത്ര മാത്രം പിന്നെ അതിൽ സണ്ണ സണ്ണ മുറിച്ചിട്ട് വെച്ച് ಬಿಡೋನು. അത്രത്തോളം ഞങ്ങളുടെ റൈസ് ഉണ്ടല്ലേ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് റെഡി ആയിരു. പിന്നെ ഞാൻ റൈസ് കുക്കർ മുച്ചിരി ഇട്ടിട്ട് ಬೇಕಿಲ್ಲ ഇല്ലെങ്കിൽ ഓവറായിട്ട് വേവರು. പിന്നെ മിക്സിങ് ആക്കുമ്പോൾ പൊടിയാവರು അത് ഓപ്പണേ വെച്ച് ಬಿಟ್ಟೆ. അതിൽ പിന്നെ 1 എഗ്ഗ് തെല്ല് സോൾട്ടും വൈറ്റ് പെപ്പർ പൗഡർ ഇട്ടിട്ട് നല്ല ബീറ്റാക്കി എടുക്കണം. റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലഫി ആയിട്ട് ഒരു എഗ്ഗെല്ലാം കിട്ടും റൈസിൽ. ഞങ്ങൾ ഫ്രൈഡ് റൈസിലെല്ലാം അതേപോലെ കിട്ടുകയായിട്ട് നല്ല ബീറ്റാക്കിയിട്ട് പിന്നെ തവത്തേക്ക് തെല്ല് എണ്ണ ഇട്ടിട്ട് നല്ല വെച്ചാക്കിയാലോನು ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് എഗ്ഗിനെ പോറാക്കിയിട്ട് നല്ല 2 മിനിറ്റ്സ് മിക്സ് ആക്കി എടുക്കണം. ಯಾರ കുക്കാവോ തീരെ ಯಾರ കുക്കായെങ്കിൽ എഗ്ഗ് ഹാർഡ് ആവുള്ളൂ. സോ ജസ്റ്റ് 2 മിനിറ്റ്സ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അപ്പമേ അതിരെ ഞങ്ങൾ വേറെ ഇടത്തേക്ക് ഷിഫ്റ്റ് ആക്കിയുള്ളൂ. ഞാനിവിടെ വെജീസ് എല്ലാം കട്ടാക്കി വെച്ചിരുന്നേല്. സോ സെയിം പ്ലേറ്റിಗೆ ನಾನು അതിരെ ഷിഫ്റ്റ് ആക്കിയുള്ളേ. അത് സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിത്തേക്ക് അപ്പം ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസിൽ തിന്നോമത്ത് കിട്ടുമ്പോഴത്തേക്കും നല്ല അവിടെ അത് ഓവറായിട്ട് കുക്കായിട്ട് ഹാർഡ് പോലെ ഫീൽ ആവില്ല. നല്ല ഫ്ലഫി ആയിട്ട് എഗ്ഗ് ഞങ്ങൾ തിന്നോക്കിയിട്ട് അതിൽ പിന്നെ ഞാൻ വലിയ സൈസിൽ കടായി എടുത്തോണ്ട് ബനാല എടുത്തോണ്ട് അതിൽ നമുക്ക് ഫ്രൈഡ് റൈസ് എല്ലാം ആക്കുമ്പോൾ ഈസി ആവും മിക്സിങ് എല്ലാം ആക്കുക. ಅದಕ್ಕಾಯ್ತು അതിൽ ഒരു വലിയ സ്പൂണിൻ്റെ അത്ര ഓയിൽ ഇട്ടോണ്ട് ഓയിൽ നല്ല ഹീറ്റ് ആയാൽ പിന്നെ അതിൽ 1 ക്യൂബ്സ് അത്ര ഞങ്ങൾ ബട്ടർ ഇട്ട് ಬಿಡೋನು. ഞാനിവിടെ ബട്ടർ ചോപ്പ് ആക്കിയിട്ട് ഇട്ടേ. ഓയിൽ ഇട്ടാൽ പിന്നെമേ എപ്പം ബട്ടർ ഇടണം. ഫസ്റ്റ് ബട്ടർ ഇട്ടെങ്കിൽ ബട്ടർ ഉണ്ടല്ലേ ബേർൻ ആവുള്ളൂ. ಅದಕ್ಕಾಯ್ತು ನಾನು ഓയിൽ ഇട്ടിട്ടേ ബട്ടർ ഇടണം. അപ്പം ഞങ്ങളെ ബട്ടർ ബേർൻ ആവില്ലേ. ബട്ടറെല്ലാം നല്ല മെൽട്ടായിട്ട് ഹീറ്റായാൽ പിന്നെ അതിൽ ഫൈൻ ചോപ്പ് ആക്കിയിട്ട് വെച്ച് 1 ടീസ്പൂണിൻ്റെ അത്ര ഗാർലിക് ഇട്ട് ಬಿಡ್ರೆ. ഗാർലിക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് 2 മിനിറ്റ്സ് അതിൽ സോട്ടേ ആക്കണം. നല്ല സോട്ടേ ആക്കിയാൽ പിന്നെ അതിൽ ഞങ്ങൾ ചോപ്പാക്കി വെച്ചിരുന്നാൽ ഇറച്ചി വേവാട്ടിയിട്ട് അതിൽ ഇടണം. ഞാൻ ഇവിടെ 1 ചെറിയ കപ്പ് അത്ര ഇറച്ചി എടുത്തോണ്ട് നിങ്ങൾ ചിക്കനും എടുത്തോല അങ്ങനെ നിങ്ങൾക്ക് വേനായ പോലെ ഇടുക. ചിക്കനാ ഇറച്ചി അങ്ങനെ ഇടുക. അത് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ്സ് അതിൽ വേവാട്ട് എന്ത് വെച്ചാൽ ഇറച്ചിയും വെന്തത്തേ ഉണ്ടല്ലേ. ಅದಕ್ಕಾಯ್ತು ജസ്റ്റ് മിക്സ് ആക്കിയാൽ പിന്നെ ഇതിൽ സോയ സോസ് ചില്ലി സോസ് റെഡ് ചില്ലി സോസ് വിനീഗർ പിന്നെ പിഞ്ചിരത്ര സോൾട്ടും പിഞ്ചിരത്ര ഷുഗർ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. ഇത് എല്ലാം ഞാൻ 1 ടീസ്പൂണിൻ്റെ അത്ര ക്വാണ്ടിറ്റിയിൽ എടുത്തോണ്ടോ. അതിൽ പിന്നെ 2 മിനിറ്റ്സ് അതിൽ സോട്ട് ആക്കിയാൽ പിന്നെ എല്ലാ വെജീസ് ഞാൻ ക്യാരറ്റ് എടുത്തോണ്ട് ക്യാപ്സിക്കം എടുത്തോണ്ട് ബീൻസ് എടുത്തോണ്ട് പിന്നെ ഓണിയൻ ഞാൻ ക്യൂബ്സിൽ കട്ടാക്കിയിട്ട് പിന്നെ എല്ലാം ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് എടുത്തോണ്ട് നിങ്ങൾക്ക് ಬೇನೆ പല സൈസിലും കട്ടാക്കാം. ഉദ്ദത്തിൽ എല്ലാം കട്ടാക്കാം. ഞാൻ ഇവിടെ ചെറിയ ചെറിയ സൈസിൽ കട്ടാക്കിയിട്ട് റെസ്റ്റോറൻറ്റിലെല്ലാം ഞങ്ങൾക്ക് ചെറിയ ചെറിയ ആയിട്ട് നോക്കും നല്ലേക്ക്. അതിൽ പിന്നെ തെല്ല് 1/2 ടീസ്പൂണിൻ്റെ അത്ര വൈറ്റ് പെപ്പർ പൗഡർ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. ഇവിടെ എപ്പോഴും ചൈനീസ് ഐറ്റം ആക്കുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിലേ വെക്കണം. ജസ്റ്റ് 2 മിനിറ്റ് വെജീസ് എല്ലാം കുക്കാക്കിയാൽ പിന്നെ ഞങ്ങൾ ಬೇಬಾಟಿ വെച്ച റൈസ് ഉണ്ടല്ലേ അതിൽ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. എപ്പം നിങ്ങൾ ನೆನಪು ಬೇಕോನು സോയ സോസ് ಯಾರ തീരാ സോയ സോസ് ಯಾರಾയപ്പമേ നിങ്ങൾ റൈസിൻ്റെ കളർ ബ്ലാക്ക് പോലെ ആവും. പിന്നെ എല്ലാ ബാക്കിയുടെ സോസസും ಯಾರಾയെങ്കിൽ റൈസിൻ്റെ കളർ റെഡ് പോലെ ആവും. സോ ഇതിലെല്ലാം ബാലൻസ് ആക്കണം. അതേപോലെ ചിക്കൻ ആവട്ടെ ഇറച്ചി ആവട്ടെ ഇട്ടെങ്കിൽ എഗ്ഗ് ഇട്ടെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം സെയിം ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ എടുത്തോളൂ. എല്ലാം ബാലൻസ് ആക്കിയിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആക്കിയെങ്കിൽ ഒരു നല്ല ഫ്രൈഡ് റൈസ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എങ്ങനെ തിന്നറ സെയിം അതേപോലത്തെ റൈസ് ഞങ്ങൾക്ക് ഔത്തിലും ആക്കിയിട്ട് എടുക്കാം.
പിന്നെ റൈസും ഓവറായിട്ട് കുക്കായിത്തിക്കോ തീരാ ഞങ്ങൾ റൈസും ഒരു 90% ಹತ್ರ കുക്കാവുന്നു ബാക്കി ഒരു 10% ഞങ്ങൾ ഇങ്ങനെ മിക്സിങ് ആക്കുമ്പോഴത്തേക്കും കുക്കാവും ಸೊ ಎಗ್ಗುം അതേപോലെ ഫ്ലഫി ആയിട്ടിക്കോണു ഹാർഡായിട്ടിക്കോ തീരാ ഇത് എല്ലാം പോയിൻറ്റ്സ് ഞങ്ങൾ ನೆನಪು വെച്ചെങ്കിൽ ഒരു നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൻ്റെ ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് ഔത്തിൽ ഈസി ആയിട്ട് ആക്കിയിട്ട് എടുക്കാം ഇവിടെ ഞങ്ങൾ ഡിലീഷ്യസ് ആയിട്ട് ഒരു ഫ്രൈഡ് റൈസ് റെഡി ആയിരു ഇതിൽ നിങ്ങൾ ചിക്കൻ ചില്ലി ರೊಟ್ಟಿಗೂ ಇല്ലെങ്കിൽ ಚಿಕನ್ 65 ರೊಟ್ಟಿಗೂ ಪನ್ನೀರ್ 65 ರೊಟ್ಟಿಗೂ ಮಟನ್ 65 ರೊಟ್ಟಿಗೂ ಮಟನ್ ಚಿಲ್ಲಿ ರೊಟ್ಟಿಗೂ ಎಲ್ಲ ಸರ್ವ್ ಆಗ ನನಗೆ ಟೈಮ್ ಇಲ್ಲ ಅಂತ ಸೊ ನಾನು ಜಸ್ಟ್ ಫ್ರೈಡ್ ರೈಸ್ ಮಾತ್ರ ಹಾಕಿನ್ನು ಸ್ಕೂಲ್ಗೂ പോകിന്തಲ್ಲಿ അതിലായിട്ട് ಸೊ നിങ്ങൾക്ക് ഇന്നത്തെ നണ്ട് ഈ റെസിപ്പി ലൈക്ക് ആയെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊട്ടുಗೆಲ್ಲ ഷെയർ ആക്കുറോ നിങ്ങൾ എത്ര ഷെയർ ആക്കുറോ നണ്ട് ചാനൽ പിക്കാനീട്ടിಗೆ സപ്പോർട്ട് ആക്കുറോ ഇന്നത്തോ ഈ റെസിപ്പിയിൽ നിങ്ങളുടെ ദാവത്തെ മെനുവിലോ പാർട്ടിയുടെ മെനുവിലോ പിന്നെ ബർത്ത്ഡേ ആവട്ടെ അങ്ങനത്തെ എന്തും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഇൻക്ലൂഡ് ആക്കുക നണ്ടോ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആക്കറോ ഷെയർ ആക്കറോ കമൻറ്റ് ആക്കറോ സബ്സ്ക്രൈബ് ആക്കോ മറക്കണ്ട ചുമ്മാ എത്ര സപ്പോർട്ട് ആക്കറോ താങ്ക് യു ഫോർ വാച്ചിങ്